form partial differential equation by eliminating arbitrary function. Z is equal to f1 of x into f2 of y. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം രണ്ട് ഫംഗ്ഷൻസ് ആണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഓർഡർ സെക്കൻഡ് ഓർഡർ ആയിരിക്കും. ഇനി ഇതിൽ ഈ ഫംഗ്ഷൻസ് എങ്ങനെ എലിമിനേറ്റ് ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു ഐഡിയ വേണം എന്തൊക്കെ ചെയ്യണം. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുമ്പോൾ തന്നെ ആദ്യം എന്ത് ചെയ്യാം, എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. പിന്നെ വിത്ത് റെസ്പെക്ട് ടു വൈക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഇപ്പോൾ കോമൺ ആയിട്ട് ചെയ്തു വരുന്നതാണ്. അതിനുശേഷം ഈ രണ്ട് ഇക്വേഷൻസും കൂടെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്യാം എന്നുള്ളത് വെച്ചിട്ട് വേണം ബാക്കി ഉള്ള പ്രൊസീജിയേഴ്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ അധികം കാര്യങ്ങളൊന്നുമില്ല, ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ നേരത്തെ അപേക്ഷിച്ച്. പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അറിഞ്ഞിരിക്കണമെങ്കിൽ ഫസ്റ്റ് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്ന സമയത്ത് PQRST ഇതിൻ്റെയൊക്കെ ഒരു നൊട്ടേഷൻസ് തന്നിട്ടുണ്ട്. ഡോ ഇസഡ് ബൈ ഡോ എക്സ്, ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞിട്ട് കുറച്ച് നൊട്ടേഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലംസ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റ് എക്സിന് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് വെച്ചാൽ പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യാം. അപ്പോൾ എക്സ് ചെയ്യുന്ന സമയത്ത് ഇസഡ് ചെയ്യുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഇസ് ഇക്വൽ ടു f1 ഓഫ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു f2y കോൺസ്റ്റൻ്റ് ആണ്. സോ അങ്ങനെ തന്നെ എഴുതാം. ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് പി ആണ്. ദെൻ എഫ് ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണ്, പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ. വൈക്കാണ് ചെയ്യുന്നത്, വൈക്ക് ബോട്ടായിട്ട്. അപ്പോൾ ഡോ ഇസഡ് ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഡാഷ് ഓഫ് വൈ. അപ്പം അതെങ്ങനെ കിട്ടും, ഈ രണ്ട് ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്തോളണേ. ഇതും നോട്ട് ചെയ്യേണ്ട ഇക്വേഷനാണ്, കാരണം നമുക്ക് പിന്നെ ഒന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടി വന്നാൽ ഈ പിയുടെ ടേമിൽ കിടക്കണമല്ല, തൊട്ട് മോളിൽ കിടക്കുന്നതാണ് നമുക്ക് എടുക്കേണ്ടത്. ഡോ ഇസഡ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് ക്യൂ ആണ്. ക്യൂ ഇസ് ഈക്വൽ ടു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഡാഷ് ഓഫ് വൈ. അതാണ് മെയിനായിട്ടുള്ള സെക്കൻഡ് ഇക്വേഷൻ. ഇനി ഈ രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ട് എങ്ങനെ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് വീണ്ടും ഫസ്റ്റ് ഇക്വേഷനെ തന്നെ ഡിഫറൻഷ്യേറ്റ് വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇക്വേഷനെ തന്നെ വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി നന്നായിട്ട് ചെയ്ത് അറിഞ്ഞ് വെച്ചിരുന്നാലേ സ്റ്റെപ്പ് ഇതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റൂ. അപ്പോൾ ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് പാർഷ്യലി ഡിഫറൻഷ്യേറ്റ് ചെയ്യുക തന്നെ വിത്ത് റെസ്പെക്ട് ടു വൈ. ഏത് ഇക്വേഷനാണ്, ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറയുമ്പോൾ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ആണ് നമുക്കുള്ളത്. വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡോ എക്സ് ബൈ അത് വിത്ത് റെസ്പെക്ട് ടു ഡോ വൈ, ഈ ഫോമിലാണ് വരുന്നത്. ദെൻ ഫസ്റ്റത്തത് f1 ഡാഷ് ഓഫ് എക്സ് അതുപോലെ തന്നെ എഴുതുക, കാരണം വൈയിലാണ് ചെയ്യുന്നത്. f2 വൈക്ക് മാത്രം വ്യത്യാസം വരും, f2 ഡാഷ് ഓഫ് വൈ എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ ഡോ സ്ക്വയർ ഇസഡ് ബൈ ഡോ എക്സ് ഡോ വൈ എന്ന് പറയുന്നത് എസ് ആണ്. എസ് ഇസ് ഇക്വൽ ടു f1 ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു f2 ഡാഷ് ഓഫ് വൈ. അപ്പോൾ നമുക്ക് തേർഡ് ഇക്വേഷനും കിട്ടി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പം ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടെ ഇൻറ്റു ചെയ്യാം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വരുമ്പം P ഇൻറ്റു ക്യൂ എന്ന് വരും. P ഇൻറ്റു ക്യൂ, P ഇൻറ്റു ക്യൂ. P ഇൻറ്റു ക്യൂ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത്, അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടും. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി നോക്കാം. പി ക്യൂ ഇസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു, ആ ഡാഷ് വരുന്ന എല്ലാം ഒരുമിച്ചിട്ട് എഴുതാം, f2 ഡാഷ് ഓഫ് വൈ ഇൻറ്റു f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ. ഇതിൽ f1 ഡാഷ് ഓഫ് എക്സ് ഇൻറ്റു f2 ഡാഷ് ഓഫ് വൈ എന്ന് പറയുന്നതാണ് എന്ത്, എസ് ആയിട്ട് എഴുതിക്കൂടെ, എസ് ഇൻറ്റു അടുത്ത f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ. f2 ആണ്, f2 ഓഫ് വൈ എന്ന് പറയുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ, f1 ഓഫ് എക്സ് ഇൻറ്റു f2 ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഇസഡ് എന്ന് എഴുതിക്കൂടെ. സോ ഇപ്പോഴത്തെ എന്താണ് വരുന്നത്, പി ഇൻറ്റു ക്യൂ. അപ്പം നമുക്ക് കിട്ടാൻ ആൻസർ ആയില്ലേ, പി ക്യൂ ഇസ് ഈക്വൽ ടു എസ് ഇൻറ്റു ഇസഡ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. നമ്മൾ ഫങ്ഷൻസ് എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു.